ടോസ് അക്കാഡമിയുടെ എല്ലാ പ്രേക്ഷകർക്കും ടോസ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ടോസ് അക്കാഡമിയുടെ കേടെറ്റിന്റെ അടുത്ത ബാച്ചിനെ പറ്റി പറയാനാണ്. അടുത്ത ബാച്ച് എന്ന് പറയുമ്പോൾ 2025 ആദ്യ നോട്ടിഫിക്കേഷനും ആദ്യ എക്സാമും നമുക്ക് ഏകദേശം മെയ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂൺ ആദ്യമായിരിക്കും, മെയ് ഒരു പകുതിക്ക് ശേഷമാണ് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. നോട്ടിഫിക്കേഷൻ നമുക്ക് മാർച്ച് അവസാനത്തോടു കൂടി വരും. അപ്പോൾ നമ്മളൊരു അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതിനോട് അടുപ്പിച്ച് തന്നെ ഈ കേടെറ്റ് പാസ്സാകാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2024 ഒരു HSA നോട്ടിഫിക്കേഷൻ വന്നുപോയി. അപ്പോൾ ഒരുപാട് പേര് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കയ്യിൽ കേടെറ്റ് ഇല്ലാത്തത്, അല്ലെങ്കിൽ LPUP വിളിച്ചപ്പോൾ കയ്യിൽ കേടെറ്റ് ഇല്ലാത്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം ഇനിയിപ്പോൾ എന്തിനാ കേടെറ്റ് പാസ്സായിട്ടെന്ന്. എല്ലാ 3 വർഷവും കൂടുമ്പോൾ ഇപ്പോൾ LPUP, HSA, HSST തുടങ്ങിയുള്ള എക്സാംസ് എല്ലാം വിളിക്കുന്നൊരു രീതിയാണ് കണ്ടിട്ടുണ്ടാവുന്നത്. ഒന്ന് വിളിച്ചു, ഇനിയിപ്പം 1-2 വർഷത്തിനുള്ളിൽ അടുത്ത നോട്ടിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ് വന്നു പോവുക. അപ്പോൾ നിങ്ങൾ എല്ലാ തവണയും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്താണെങ്കിലും അതില്ലാത്തതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് ചെല്ലുമ്പോൾ കേഡറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്തള്ളപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം, സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരിക്കാം. അവിടെയൊക്കെ പോയിട്ടും കിട്ടാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയെ പറ്റി അറിയുകയും ചെയ്യാം. നിങ്ങൾ ടോസ് അക്കാഡമിയുടെ റിസൾട്ട് മാത്രമല്ല, ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി സ്റ്റുഡൻസിൻ്റെ റിവ്യൂസും ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷൻ കേഡറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്നൊരു കോച്ചിങ് സെൻ്ററാണ് ടോസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇനി ഫീസിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട, വലിയ ഫീസൊന്നും അല്ല ഇവിടെ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. അത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷനും ഉണ്ട്. ഡെമോ കണ്ട് ക്ലാസ്സിൻ്റെയും നോട്ടുകളുടെയും ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരവും തരുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ, അതായത് അടുത്ത അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ടുള്ള കേഡറ്റ് പരീക്ഷ നിങ്ങൾക്ക് പാസ്സാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അക്കാഡമിയുടെ കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അക്കാഡമിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറിൽ വിളിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം, അക്കാഡമിയിൽ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ടാണ് കണ്ടന്റ് എല്ലാം തന്നെ പഠിപ്പിക്കുന്നത്. സൈക്കോളജി ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും, അത് കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും കണ്ടന്റ് എല്ലാം തന്നെ റെക്കോർഡഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓരോ ദിവസം ക്ലാസ്സിന് നോട്ട് തരുന്നുണ്ട്. എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഒരു 1-1.5 മാസം കൂടുമ്പോൾ, ഇതിപ്പോൾ 6 മാസത്തെ ബാച്ചാണ്, 1-1.5 മാസം കൂടുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ റിവിഷൻ എക്സാംസ് തുടക്കം മുതലേ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പോർഷൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ എക്സാമിന് മുൻപ് തീർത്ത് അറ്റ്ലീസ്റ്റ് ഈ ഫസ്റ്റ് ബാച്ചിൽ നമുക്കൊരു 1 മന്ത് എങ്കിലും റിവിഷൻ ഉണ്ടായിരിക്കാം. റിവിഷൻ നമ്മൾ ടോപ്പിക് വൈസ് റിവിഷനാണ്. അപ്പോൾ സബ്ജക്റ്റ് പേപ്പറുകൾക്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവ് റിവിഷൻസ് കണ്ടക്ട് ചെയ്ത് തരും. അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മോഡൽ എക്സാംസും കൃത്യമായിട്ട് നടത്തും. നമുക്കറിയാം കേഡറ്റിൻ്റെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 2019 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് സൈക്കോളജി ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും നിരവധി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അക്കാഡമിയിൽ സോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് അസൈൻമെൻറ്റ്സ് ആയിട്ടും എക്സാം ആയിട്ടും ലൈവിലും അങ്ങനെ പല മാർഗങ്ങളിൽ ഇത് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും മെൻറ്റർ ചെയ്യാനും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വാട്സപ്പ് ത്രൂ ഉണ്ട്. ഓരോരുത്തർക്കും ടീച്ചേഴ്സിനോട് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ആപ്പ് സപ്പോർട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളും പേഴ്സണൽ ചാറ്റ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഒരു തവണ എഴുതി കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ തവണ പഠിച്ചാൽ മതി. കാരണം നിങ്ങൾ വേറെ ഒന്നും റെഫർ ചെയ്തില്ലെങ്കിലും എല്ലാം അക്കാഡമി തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ റിപ്പീറ്റിങ്ങിൻ്റെ ആവശ്യം വരില്ല, ജയിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മൈന്യൂട്ട് ഫീസിൽ നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് ബാച്ചുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഉള്ള ബാച്ചാണ്. 6 മാസത്തെ ട്രെയിനിങ് ക്ലാസ്സുകളാണ് ടോസ് അക്കാഡമിയിൽ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1st വീക്കിൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് 75 10 15 5485 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.